ഹായ് ആൻഡ് ഡോക്ടർ സഫ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അറിയാലോ, മൺസൂൺ കാലമാണല്ലേ. ഇപ്പോഴത്തെ വെതർ ചേഞ്ച് കാരണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് കാണുന്നു. അത് പ്രൊലോങ്ഡ് ആയിട്ട് വരുന്നത് നമ്മളിപ്പോൾ കാണുന്നതാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസീസാണ് അലർജിക് ഡിസീസസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് മൺസൂൺ കാലത്ത് നല്ല രീതിയിൽ അഗ്രവേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് അലർജി, അല്ലെങ്കിൽ അതിന് ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, ഹോമിയോപ്പതിയിലൂടെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ വീട് വൃത്തിയാക്കുമ്പോഴും അതുപോലെ നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ എങ്ങനെ വൃത്തിയാക്കി സൂക്ഷിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോ യൂസ്ഫുൾ ആവും, ലാസ്റ്റ് വരെ കാണുക. ഈ മൺസൂൺ കാലത്ത് നമ്മൾ പലരും നേരിടുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് അലർജിയുടെ പ്രധാന ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അലർജിയുടെ മെയിൻ ഇതായിട്ട് നമ്മൾ പറയുന്നത് തുമ്മലാണ്, ചുമ, അതുപോലെ ജലദോഷം, വിട്ട് മാറാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക, അതുപോലെ കണ്ണ് ചൊറിച്ചിൽ, കണ്ണിന്ന് വെള്ളം വരിക, മൂക്ക് ഭയങ്കരമായിട്ട് ഇച്ചിങ് ഉണ്ടാവുക, ചൊറിച്ചിലുണ്ടാവുക, അതുപോലെ തൊണ്ടയിൽ ചൊറിച്ചിലുണ്ടാവുക, ചെവി ചൊറിച്ചിലുണ്ടാവുക, ഇതെല്ലാം അലർജിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ സ്കിന്നിൽ വരുമ്പോഴും ഇതുപോലെ സ്കിന്നിൽ ചൊറിച്ചിലും പട്ടികേരിയ പോലുള്ള കണ്ടീഷൻസ്, അതായത് ദേഹത്ത് റാഷസ് വരിക, അല്ലെങ്കിൽ സ്കിന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്ന് അവിടെയൊക്കെ ഫുൾ ചൊറിച്ചിലാവുക, ഇതെല്ലാം അലർജിക് സിംറ്റംസ് ആണ്. ഇനി ഈ സിംറ്റംസ് ഒക്കെ അഡ്വേഴ്സ് ആവുന്ന കണ്ടീഷൻ, അതായത് ഭയങ്കരമായിട്ട് സിവിയർ ആവുമ്പോൾ ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ശ്വാസതടസ്സം ഉണ്ടാവുക, അതുപോലെ നെഞ്ചിലൊരു ഭാരം പോലെ തോന്നുക, ഇതെല്ലാം ഇതിൻ്റെ അഡ്വേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സിവിയർ ആയിട്ട് പോകുന്തോറും സിംറ്റംസും സിവിയർ ആയിക്കൊണ്ടിരിക്കും. ഈ സിംറ്റംസ് എല്ലാം പലരുടെയും ദൈനംദിന ജീവിതത്തെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും അതിന് എന്താണ് ഹോമിയോപ്പതിയിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എന്താണ് അലർജി എന്ന് ആദ്യം നോക്കാം. അലർജി എന്ന് വെച്ചാൽ അനാവശ്യമായ ഒരു പദാർത്ഥത്തിനോട് പ്രതിരോധിക്കുന്ന, അതായത് ഓവറായിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കുന്നതാണ് ശരിക്കും അലർജി എന്ന് പറയുന്നത്. ഏത് വസ്തുവിനോടാണോ നമുക്ക് അലർജി തോന്നുന്നത് അതിനെ നമ്മൾ അലർജൻ എന്ന് പറയും. ഓരോ വ്യക്തിയിലും അലർജിയുടെ കാരണങ്ങളും അതുപോലെ വരുന്ന സിംറ്റംസും ഡിഫറെൻ്റ് ആയിരിക്കും. അത് തന്നെയാണ് ഹോമിയോയുടെയും പ്രത്യേകത. അതായത് ഹോമിയോയിൽ ഇൻഡിവിജ്വലൈസേഷൻ ആണ്. ഒരു വ്യക്തിയുടെ സിംറ്റംസ് അല്ല നമ്മളവിടെ എടുക്കുന്നത്, പകരം ആ വ്യക്തിനെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 2 പേരും അലർജിക് സിംറ്റംസ് ആയിട്ട് വന്നാൽ നമ്മൾ 2 പേർക്കും ഡിഫറെൻറ്റ് മെഡിസിനാണ്. അതിലൊരു 10 പേരായാലും 20 പേരായാലും ഓരോരുത്തർക്കും ഓരോ മെഡിസിൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ അലർജിയുടെ ആ ഒരു ലക്ഷണങ്ങൾ എടുക്കുന്നതിന് പകരം ആ പേഴ്സണെ നല്ല രീതിയിൽ കേസ് ടേക്ക് ചെയ്തിട്ട് അവരുടെ ഫുൾ സിംറ്റംസ് എടുത്തിട്ട് ആ പേഴ്സൺ ആസ് എ ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ചെയ്യുന്നത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ചിലരിൽ കാണാറുണ്ട്. ഓക്കാനം, ഛർദി, വയറിളക്കം, വയറുവേദന പോലുള്ള കണ്ടീഷൻസും അലർജി റിലേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. നമുക്കിനി കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് അലർജി ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമുക്ക് ചുറ്റും കാണുന്ന ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പൂമ്പടി ആവാം, അല്ലെങ്കിൽ ചിലർക്ക് പൊടിയാവാം, ചില ഭക്ഷണങ്ങളാവാം, ചിലർക്ക് രാസവസ്തുക്കൾ കാരണമുള്ള അലർജി ആകാം. ഇതൊക്കെയാണ് അലർജിയുടെ കാരണങ്ങൾ വരുന്നത്. ചിലർക്ക് മെൻ്റൽ സ്ട്രെസ്സ് കാരണവും ബോഡിയിൽ ഇങ്ങനെ അലർജിക് റിയാക്ഷൻസ് കാണാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ റീസൺ എന്ന് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഹോമിയോപ്പതിയിൽ നമ്മൾ ലക്ഷ്യമിടുന്നത് ഈ ലക്ഷണങ്ങളെ ഇല്ലാതാക്കുക എന്നതിലുപരി ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ്. അതായത് നമ്മുടെ ബോഡിയെ നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലോട്ടാണ് നമ്മുടെ മെഡിസിൻസ് ആക്ട് ചെയ്യുന്നത്. 2 പേർക്കും ഒരേ അലർജി ആണെങ്കിൽ പോലും ഓരോരുത്തർക്കും ഓരോ മരുന്നായിരിക്കും നൽകുന്നത്. ഓരോരുത്തരുടെയും ശാരീരികമായും മാനസികമായിട്ടുമുള്ള ലക്ഷണങ്ങളൊക്കെ കണക്കിലെടുത്താണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ, മാനസികാവസ്ഥ, അതുപോലെ ജീവിത രീതി, ഇതെല്ലാം കണക്കിലെടുത്താണ് മെഡിസിൻസ് നൽകുന്നത്. ഇവിടെ ലക്ഷണങ്ങളെ താൽക്കാലികമായി നമ്മൾ അടിച്ചമർത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് രോഗത്തിൻ്റെ മെയിൻ കോസ് എന്താണെന്ന് കണ്ടെത്തി അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുവഴി നമുക്ക് ഒരു ഡിസീസിനെ ക്യൂർ ചെയ്യാനായിട്ട്, രോഗം പൂർണ്ണമായി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഹോമിയോപ്പതിയിലൂടെ ചികിത്സിക്കുമ്പോൾ നിങ്ങൾക്ക് ദീർഘകാലം ഒരു റിസൾട്ട് കിട്ടുന്നത്. ഇനി ചികിത്സയോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, പക്ഷെ ചില കാര്യങ്ങൾ ചില രീതിയിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതായത് ഈ സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വീട്ടിനകത്തും പുറത്തും നമ്മൾ താമസിക്കുന്ന ആ ഒരു സറൗണ്ടിങ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുക. അതായത് ഡസ്റ്റ് ഫ്രീ ആയിരിക്കുക. നമുക്ക് എന്താണോ അലർജി ഉണ്ടാക്കുന്നത് അതിനെല്ലാം മാക്സിമം നമ്മുടെ അവോയ്ഡ് ചെയ്യുക. എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ആദ്യം നോക്കുക. പ്രത്യേകിച്ചും വീട്ടിലിപ്പോൾ ഈർപ്പം ഉണ്ടാകാനുള്ള അവസ്ഥ കൂടുതലാണ്. അപ്പോൾ ഈ ഈർപ്പം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് ചെയ്യാവുന്നത് നല്ല രീതിയിൽ ഒരു വായു സഞ്ചാരം ഉറപ്പാക്കുക. അതായത് നമ്മുടെ വീട്ടിലെ ജനലുകളും കതകും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തുറന്ന് വായു സഞ്ചാരം നമ്മുടെ വീടിനുള്ളിൽ ഉറപ്പാക്കുക.
അത് നമ്മുടെ വീടിനുള്ളിലെ ഈർപ്പം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കിച്ചണിലും ബാത്റൂമിലും എക്സോസ്റ്റ് ഫാൻ വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അതെന്തായാലും ചെയ്യാം. അതുവഴി നമുക്ക് കുറച്ച് എയർ സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ ഏരിയാസിൽ കിച്ചണിലും അതുപോലെ ബാത്റൂമിലും പ്രത്യേകിച്ചും വെള്ളം കെട്ടി നിൽക്കാനായിട്ട് ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കരുത്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എ സി ഉള്ള വീടുകളിലാണെങ്കിൽ അതിൻ്റെ ഫിൽറ്റർ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ നമ്മുടെ അലമാര അല്ലെങ്കിൽ ഷെൽഫിലൊക്കെ ഇരിക്കുന്ന തുണികൾ അതിൽ പൊടി എന്തെങ്കിലും പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഈർപ്പം പിടിക്കുന്നുണ്ടോ ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, മഴക്കാലത്ത് തുണി ഉണക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. വെയിലില്ലാത്തതുകൊണ്ട് തണലത്തിട്ട് ഉണക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് അധികം ചെയ്യരുത്. കാരണം നല്ല രീതിയിൽ വെയിൽ കിട്ടുമ്പോൾ തന്നെ നമ്മൾ തുണികളൊക്കെ കഴുകി വിരിച്ച് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ബെഡ്ഷീറ്റും പില്ലോ കവറും അലർജിക് ആയിട്ടുള്ള കുട്ടികളോ മുതിർന്നവരോ ഉള്ള വീടാണെങ്കിൽ അവിടുത്തെ ബെഡ്ഷീറ്റും പില്ലോ കവറും വീക്ക്ലി അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോഴൊക്കെ പില്ലോ കവർ വീക്ക്ലി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ബെഡ്ഷീറ്റും അതുപോലെ 2 വീക്സ് കൂടുമ്പോൾ തന്നെ ചേഞ്ച് ചെയ്ത് കഴുകുക. ഇത് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളത്തിലിട്ട് കഴുകുക. ചൂടുവെള്ളത്തിലിട്ട് കഴുകുമ്പോൾ നമ്മുടെ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസും അതുപോലെ അലർജിക് കോസസ് ഉണ്ടെങ്കിൽ നശിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ചൂടുവെള്ളത്തിൽ മുക്കി എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ കിച്ചണിലും ടോയ്ലറ്റിലും ഒന്നും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കിച്ചണിൻ്റെ സ്ലാബൊക്കെ എപ്പോഴും ഈർപ്പമില്ലാതാക്കി നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, അടിച്ചു വാരുന്നത് ഒഴിവാക്കുക. അതായത് വീട് ക്ലീൻ ആക്കേണ്ട എന്നല്ല, അടിച്ചു വാരുമ്പോൾ അവിടുത്തെ ആ പൊടി പടർന്ന് ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് വീണ്ടും പോയി സെറ്റിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും തുടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഫാൻ നിങ്ങളുടെ റൂമിലോ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ എവിടെ കിടക്കുന്ന ഏരിയയിലോ എവിടെയാണെന്ന് വെച്ചാലും ഫാൻ എപ്പോഴും ക്ലീൻ ആയിരിക്കുക. കാരണം അതിൽ നല്ല രീതിയിൽ പൊടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ പണ്ടത്തെ വീടുകളിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കബോർഡ്സും അതുപോലെ ഷെൽഫ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. പണ്ടത്തെ വീടുകളിൽ കുറച്ചൊരു റാക്ക് പോലെ ആയിരിക്കും. അതായത് ഓപ്പൺ സ്പേസ് ആയിരിക്കും. അവിടെ കുറേ സാധനങ്ങൾ നിരത്തിയിട്ടുണ്ടാവും. ഓരോ തിങ്സിൻ്റെയും സർഫസിൽ ഒരുപാട് പൊടികൾ വന്ന് അബ്സോർബ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സാധനങ്ങളെല്ലാം മാക്സിമം ഒരു ബോക്സിനകത്തോ ഒരു കാറ്റനകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുക്കി മടക്കി അല്ലെങ്കിൽ ഒന്ന് കവർ ചെയ്ത് ഒരുമിച്ച് വെക്കുക. അപ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിന് നമുക്ക് എല്ലാം തട്ടി പൊടിയൊന്നും മാറ്റേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ടാണ് അത് മാക്സിമം ഉള്ളിൽ വെക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. എല്ലാം എടുത്ത് അകത്തോട്ട് വെക്കുക, പുറത്ത് എക്സ്പോസ് ചെയ്ത് വെക്കാതിരിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു റാക്കിൻ്റെ ഏരിയ നല്ല രീതിയിൽ പൊടി തുടച്ചെടുക്കുക. ഫാനിൻ്റെ മുകളിലും പൊടി തുടച്ചെടുക്കുക. ഇനി നമുക്ക് എല്ലാം തുടച്ചെടുക്കാൻ പോസിബിൾ അല്ല. നമ്മുടെ സോഫ അതുപോലെ ബെഡൊക്കെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് വാക്യൂം ക്ലീനേഴ്സ് യൂസ് ചെയ്യാം. അതിൽ തന്നെ ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന വാക്യൂം ക്ലീനേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മാക്സിമം പൊടി നമുക്ക് അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇത് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ മസ്റ്റായിട്ടും മാസ്ക് ധരിച്ച് മാത്രം ചെയ്യുക കേട്ടോ. പിന്നെ പുതിയ ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു അലർജിക് പ്രോണായിട്ട് നിൽക്കുന്ന സമയത്ത് കുറയ്ക്കുക. അതായത് ഇതായിട്ടൊരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത്, നമ്മൾ റൂം ഫ്രഷ്നേഴ്സ് യൂസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യുക. അലർജിക് പ്രോണായിട്ടുള്ള ആൾക്കാർ അവോയ്ഡ് ചെയ്യുക. ചിലർ അവർ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് കൊതുക് തിരി കത്തിച്ച് വെക്കുക എന്നിട്ട് കിടന്നുറങ്ങുന്നത്. ശരിക്കും അതിൽ പോലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ശരിക്കും അത് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പാടില്ല എന്ന്. കൊതുക് തിരി എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്നതിന് കുറച്ച് മണിക്കൂർ മുന്നേ കത്തിച്ച് വെച്ച് നമ്മുടെ വിൻഡോസൊക്കെ ഓപ്പൺ ആയിരിക്കുമ്പോൾ തന്നെ അത് യൂസ് ചെയ്ത് കത്തിക്കുക. ആ റൂമിൽ നിന്ന് കൊതുകെല്ലാം പുറത്ത് പോയതിന് ശേഷം ജനലൊക്കെ ക്ലോസ് ചെയ്ത് നമുക്ക് കിടക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ കിടക്കുന്ന ആ ഒരു ടൈം നൈറ്റിൽ ഇത് കത്തിച്ച് വെക്കുന്നത് നല്ലതല്ല. അത് അവോയ്ഡ് ചെയ്യാം. ഈ മഴക്കാലത്ത് നിങ്ങളുടെ വീടും പരിസരവും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കുക. അതുവഴി നമുക്ക് അലർജി ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലർക്ക് അത് മാറ്റുമ്പോൾ തന്നെ ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറുന്നത് കാണാം. ഇല്ല, അത് മാറ്റിയിട്ടും സ്റ്റിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെഡിസിൻ കഴിക്കേണ്ട ഒരു കണ്ടീഷനായിരിക്കും. അതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റും കൂടി എടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അലർജി നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ ശരിയായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ പൂർണ്ണമായും അതിൽ നിന്ന് മുക്തി നേടാനാകും. പാർശ്വഫലങ്ങളില്ലാത്ത ഈ ചികിത്സ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എഫക്റ്റീവാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കാം. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ബൈ.